പുൽവാമ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറയുക എത്രയോ നികൃഷ്ടമായിട്ടാണ്, മ്ലേച്ഛമായിട്ടാണ് അദ്ദേഹം സൈനികരുടെ പ്രവർത്തനത്തെക്കുറിച്ചും സൈനികരുടെ നടപടികളെക്കുറിച്ചും അദ്ദേഹം പറയാൻ വേണ്ടി തയ്യാറായത്. ഞാൻ അദ്ദേഹത്തെ പാകിസ്ഥാൻ ചൈനയുമായി നടന്ന യുദ്ധകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നില്ല. അതെല്ലാം കോൺഗ്രസുകാരുടെ കാലഘട്ടത്തിൽ നടത്തിയത് നിങ്ങൾ ഈ തരത്തിൽ സർക്കാരുകൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ? പഞ്ചാബിൽ നിരന്തരമായി ഭീകരവാദ സംഘടനകളുമായി കൂട്ടുകൂടിയിരുന്നതും അവർക്ക് വളം വെച്ചു കൊടുത്തതും അതാത് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ വേണ്ടിയായിരുന്നു. ഏതാണ്ട് 70 വർഷത്തിലധിക കാലം കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, അവിടെ ഭീകരവാദ ആക്രമണങ്ങൾക്ക് നിരന്തരമായി ഇന്ത്യ നടത്തിയിട്ടുള്ള 2 പാകിസ്ഥാൻ യുദ്ധങ്ങളിലും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് കൃഷ്ണദാസ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ മോദിയുടെ കാലത്ത് 20 ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനയുടെ ആക്രമണത്തിൽ 20 ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചിട്ട് ഒരു യുദ്ധവും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ആ ഭൂമി ഇപ്പോഴും ഗാൽവാൻ താഴ്വരയിൽ ഇപ്പോഴും ചൈനയുടെ സാന്നിധ്യമുണ്ട്. കൃഷ്ണദാസ്, നിങ്ങൾ സൈന്യത്തെ നിങ്ങൾ അവഹേളിക്കരുത്. കൃഷ്ണദാസ്, ഇന്ത്യൻ സൈന്യത്തെ നിങ്ങൾ അവഹേളിക്കരുത്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് മോദിയുടെ കാലത്ത്. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നിട്ടും ഒന്നും നടന്നിട്ടില്ല. ഗവർണറായിട്ടിരുന്ന ബിജെപിയുടെ നേതാവായി ബിജെപിയുടെ നേതാവായ സത്യപാൽ മാലിക് എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങൾ ഈ കാര്യം സൈനികരെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പ്രധാനമന്ത്രി തന്റെ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് വേണ്ട, ഞങ്ങൾക്കറിയാം. കൃഷ്ണദാസ് പറഞ്ഞോട്ടെ, ഞാൻ പറയാത്ത കാര്യം പറയണ്ട. പറഞ്ഞാൽ എനിക്കതിൽ ഇടപെടേണ്ടി വരും. നിങ്ങൾ എനിക്ക് സമയം തരാതെ കോൺഗ്രസിന് കൊടുത്ത സമയം കൂടി അത് വീണ്ടും എടുത്ത് കോൺഗ്രസിന് കൊടുക്കാനാണെങ്കിൽ ചർച്ചയ്ക്ക് യാതൊരു താല്പര്യമില്ല. കൃഷ്ണദാസ് പറയൂ പ്ലീസ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. കോൺഗ്രസുകാരുടെ കാലഘട്ടം അജിംസ് പറഞ്ഞതടക്കം ഞാൻ പറയുകയാണ്. കോൺഗ്രസുകാരുടെ ഭരണകാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടത്തുന്ന യുദ്ധങ്ങൾ അതിനു വേണ്ടിയിട്ടായിരുന്നോ? ബംഗാളിലും കാശ്മീരിലും പഞ്ചാബിലും എല്ലാം നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങളും അതുപോലെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരുന്നല്ലേ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ആരോപിച്ചോ? ഇല്ലല്ലോ. പിന്നെ അങ്ങ് സൂചിപ്പിച്ചത് പുൽവാമ ആക്രമണം അല്ലാതെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അത് തന്നെയാണ് ഞാൻ ഇടപെടുക. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഇന്ത്യ ഗവൺമെന്റ് ഗവർണറാക്കിയ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് യുദ്ധങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായ ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ? വേണ്ടി ആസൂത്രണം ചെയ്തതാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. നിങ്ങൾ ചെയ്തോ? ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസിന്റെ സ്വന്തം സഹചാരിയായിരുന്നല്ലോ, നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? നിങ്ങളാണ് അദ്ദേഹത്തെ ഗവർണറാക്കിയത്, കോൺഗ്രസ് അല്ല. നിങ്ങളാ ഗവർണറാക്കിയത്. അദ്ദേഹം ഗവർണറായിരുന്നപ്പോഴാണ് സംഭവം നടക്കുന്നത്. ഗവർണറാക്കിയത് നിങ്ങളല്ലേ? ഞാനില്ല നിങ്ങളോടൊപ്പം സംസാരിക്കാൻ. അറിയോ, നിങ്ങൾക്ക് എന്നെ പറയാൻ അനുവദിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എന്റെ വായിലൂടെ വരുത്തുക എന്നുള്ളതാണ്. പൂർത്തിയാക്കൂ പ്ലീസ്. വേണ്ട, അജിംസ് തന്നെ പറഞ്ഞു. ശരി, എനിക്ക് പറയാനില്ല. ശരി. എന്തായാലും ജൂൺ 4-ാം തീയതി അറിയാതിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. അതിപ്പോൾ ചർച്ച ചെയ്യുന്നതിലും കാര്യമില്ല.